വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ്. അതായത് എന്താണ് റിസർച്ച് ഹൈപ്പോത്തസിസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസും ആണ്. ആദ്യം ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡിക്ലയർ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് ആ വാരിയബിൾസ് തമ്മിൽ ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫോർമൽ tentative statement of the expected relationship between two or more variable. രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളൊരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ആണ് ശരിക്കും നമ്മുടെ ആ റിസർച്ച് പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവിനെ എക്സ്പെക്റ്റഡ് റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ റിസർച്ച് സ്റ്റഡിയിൽ നിന്ന് എന്ത് ഔട്ട്കം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ക്ലാരിഫൈ ചെയ്യുന്ന സ്റ്റേജ് ആണ് എന്ത്? ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ there is a relationship between entrepreneurial ആറ്റിറ്റ്യൂഡ് ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ്? എഡ്യൂക്കേഷനും എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡും തമ്മിൽ എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എന്താണ്? അങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രഡിക്ഷനെ പറയണതാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു ക്ലിയർലി സ്റ്റേറ്റഡ് ഹൈപ്പോത്തസിസിൽ എന്തൊക്കെ ഉണ്ടാവും? വാരിയബിൾസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ എന്താണ്? എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡും എഡ്യൂക്കേഷനും. അതാണ് എന്ത്? രണ്ട് വാരിയബിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും? there is a relationship between entrepreneurial attitude and education among youth. അപ്പൊ യൂത്ത് എന്ന് പറയുന്നതാണ് എന്ത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലിയർലി സ്റ്റേറ്റഡ് ഹൈപ്പോത്തസിസ് ആണെങ്കിൽ there will be variable to be manipulated and it also include the population to be examined and also indicate the പ്രപ്പോസ്ഡ് ഔട്ട്കം. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നാണ്. ഇനി ഡെഫിനിഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതാണ് ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് പ്രെഡിക്ഷൻ or explanation of the relationship between two variable. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപ്പെൻഡന്റ് വാരിയബിളും തമ്മിൽ ഒരു സിസ്റ്റമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെൻറ്റേറ്റീവ് പ്രെഡിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻഫറൻസ് എന്നോ ഗസ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ എന്നോ ഒക്കെ പറയാം. എന്തൊക്കെയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? ഒരു ഒബ്സർവ്ഡ് ഫാക്റ്റ് ആയിരിക്കണം. നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഒബ്സർവ്ഡ് ഫാക്റ്റ് ആയിരിക്കണം എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഭവം എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? എന്തിനാണ് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് എനേബിൾ ദ റിസർച്ചർ ടു ഒബ്ജക്റ്റീവലി ഇൻവെസ്റ്റിഗേറ്റ് എ ന്യൂ ഏരിയ ഓഫ് ഡിസ്കവറി. അതായത് എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ there is a relationship between entrepreneurial attitude and education among youth. അപ്പൊ നമ്മൾ എന്താ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? entrepreneurial attitudeും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഐഡന്റിഫൈ ചെയ്യണത്. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റീവലി ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ ഹൈപ്പോത്തസിസ് പ്രൊവൈഡ് ഒബ്ജക്ടിവിറ്റി ടു ദ റിസർച്ച് ആക്ടിവിറ്റി. അത് തന്നെയാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ പ്രൊവൈഡ് ഡയറക്ഷൻ ടു കണ്ടക്ട് റിസർച്ച്. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുക്കുക. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഹൈപ്പോത്തസിസ് ഡിസ്ക്രൈബ് ചെയ്യാണ്.
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എഡ്യൂക്കേഷൻ എമംഗ് യൂത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആരിൽ നിന്ന് വേണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ? യൂത്ത് നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡാറ്റ കളക്ട് ചെയ്യാൻ. എങ്ങനത്തെ ഡാറ്റ കളക്ട് ചെയ്യണം? അവരുടെ എഡ്യൂക്കേഷനും എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെ സോഴ്സ് ഓഫ് ഡാറ്റയും ഡാറ്റ ഏതൊക്കെയാണ് റെലവെന്റ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കും? ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നൊരു സംഭവമാണ് എന്ത്? ഹൈപ്പോത്തസിസ് പ്രൊവൈഡ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ഗോൾ ടു ദ റിസർച്ചർ. അതായത് ഒരു കറക്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ട് എന്ന് റിസർച്ചർക്ക് റിമൈൻഡ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ദർ ഈസ് ആൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ സാമ്പിൾ എവിടെ നിന്ന് സെലക്ട് ചെയ്യണം? യൂത്തിന്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു സ്പെസിഫിക് ഗോൾ വെച്ചിട്ട് കറക്റ്റ് സാമ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യും? ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ, അതായത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ദ റിസർച്ച് ഹാസ് ടു ബി കണ്ടക്റ്റഡ്. അതായത് ആരിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നു? ഒരു റിസർച്ചർക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെ, റിസർച്ചിൽ നിന്ന് എന്ത് റിസൾട്ട് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എഡ്യൂക്കേഷൻ എമംഗ് യൂത്ത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ നോട്ട്. അപ്പൊ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈപ്പോത്തസിസ് വെച്ച് എഴുതിയാൽ മതി. വെദർ എന്താണ്? ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അങ്ങനെയാണെങ്കിൽ ഡാറ്റ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ്? ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. അങ്ങനെ കൺക്ലൂഷൻ ഒരു സപ്പോർട്ടാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്. കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? വളരെ ക്ലിയർ ടേംസിലായിരിക്കണം. അതായത് ഒരു എന്താണ് വാഗ്യൂ അല്ലെങ്കിൽ ഒരു ഡൗട്ട് നമുക്ക് ഹൈപ്പോത്തസിസ് വായിക്കുമ്പോൾ ഉണ്ടാവരുത്. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ടെൻസിലായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യാൻ. ഷുഡ് ബി declared in clarified form. There will not include any vague statement or doubts. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? എംപിറിക്കൽ റെഫറൻസ്. എംപിറിക്കൽ റെഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ ബൈ ഒബ്സർവേഷൻ ആണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടെസ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എൻക്വയർ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നതാണ് എന്ത്? ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തസിസ് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതായത് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്ത്? ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ സ്പെസിഫിസിറ്റി. ഒരിക്കലും ജനറൽ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ്? നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പെക്ട് ചെയ്യുക. എന്താണ്? റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ റെഗുലർ യോഗ റെഡ്യൂസ് സ്ട്രെസ്. ഇവിടെ എന്താണ്? യോഗ റെഡ്യൂസ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ജനറൽ എങ്ങനെ വേണമെങ്കിൽ. ഇവിടെ പറയുന്നത് എന്താണ്? റെഗുലർ യോഗ റെഡ്യൂസ് സ്ട്രെസ്. അങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് റെലവന്റ്. ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കണം? റെലവന്റ് ആയിരിക്കണം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവിന് സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കണം എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ടെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്
എപ്പോഴും എന്തായിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം. അതൊരിക്കലും ഒരു ജഡ്ജ്മെന്റ് ആവരുത്. നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒബ്സർവ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ബാഡ് പാരന്റ്സ് പ്രൊഡ്യൂസ് ബാഡ് ചിൽഡ്രൻ, അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്കത് ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പൊട്ട പാരന്റ്സ് നല്ല മക്കളുണ്ടായ ചരിത്രമുണ്ട്, പൊട്ട പാരന്റ്സിന് തന്നെ പൊട്ട മക്കളുണ്ടായ ചരിത്രമുണ്ട്. അപ്പൊ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത്, എപ്പോഴും ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി ആണ്. എപ്പോഴും നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ദ തിയറീസ് ആൻഡ് റിസർച്ച് ഫൈൻഡിങ്സ്. ഒരിക്കലും നിലവിലുള്ള തിയറികൾക്ക് എഗൈൻസ്റ്റ് ആയിരിക്കരുത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ്. അതുമായിട്ട് പോകുന്നതായിരിക്കണം എപ്പോഴും എന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് നോളേജിനെ ചോദ്യം ചെയ്യുന്നതായിരിക്കരുത്. ഷുഡ് കറസ്പോണ്ട് വിത്ത് ദ എക്സിസ്റ്റിംഗ് നോളജ്. പിന്നെ എന്താണ് എന്ത്, സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടേംസിൽ എന്ത് ചെയ്യുക, ഫോർമുലേറ്റ്. അത് കുറച്ച് കണ്ടീഷൻസും കുറച്ച് അസംഷൻസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മളൊരു സിംഗിൾ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക. പിന്നെ വരുന്നത് അവൈലബിലിറ്റി ഓഫ് ടെക്നിക് ആണ്. എന്താണ്, നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് എന്ന് എൻസ്വയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാൻ. പിന്നെ വരുന്നതാണ് എന്ത്, പർപ്പസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് പർപ്പസ്ഫുൾ ഹൈപ്പോത്തസിസ് മാത്രമേ നമ്മൾ ഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പർപ്പസ്ഫുൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ച് പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനോട് റെലവന്റ് ഉള്ള ഹൈപ്പോത്തസിസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വെരിഫയബിലിറ്റി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ ബൈ ദ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിമെന്റ്. നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പീരിമെന്റ് നടത്തിയിട്ട് ട്രൂ ഓർ ഫോൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് പ്രധാനമായിട്ടും ഒരു എന്താണ് 8 ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ. എക്സാമ്പിൾ പറഞ്ഞാൽ, ദ ലോവർ ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ദ ഹയർ ഈസ് ദ റിസ്ക് ഓഫ് അനീമിയ. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഹയർ എമംഗ് പേഷ്യൻസ് ഹു ആർ older and dwelling in rural area than those who are younger and dwelling in urban area. ഇവിടെ എന്തുണ്ട്, 4 വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ രണ്ടോ അതിലധികമോ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. പിന്നെ വരുന്നതാണ് അസോസിയേറ്റീവ് ആൻഡ് കാഷ്വൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നാച്ചുറൽ സെറ്റിങ്ങിൽ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ത്, അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് റിസർച്ചർ മാനിപ്പുലേഷൻസ് ഒന്നും നടത്താതെ തന്നെ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എമംഗ് വാരിയബിൾ, അല്ലാതെ നോട്ട് ദ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻ ആണ് അവർ തമ്മിൽ ഉള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. കോറിലേഷൻ റിസർച്ച് സ്റ്റഡീസിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് കോസ്റ്റ് ഓഫ് കെയർ
റിലേറ്റഡ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പേഷ്യൻസ്. അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനുമായിട്ട് എന്തുണ്ട്, ഹെൽത്ത് കെയറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും കെയറിനും പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്ന കോസ്റ്റിനും എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്, ആ ടൈപ്പ് അല്ല, ആ റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. നാച്ചുറൽ സെറ്റിങ്ങില് വിത്തൗട്ട് മാനിപ്പുലേഷൻ വാരിയബിൾസ് തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. പിന്നെ വരുന്നത് എന്താണ്, കാഷ്വൽ ഹൈപ്പോത്തസിസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ഇൻഡിപെൻഡന്റ് വാരിയബിളിന് ഡിപെൻഡന്റ് വാരിയബിളിന്റെ മുകളിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, കാഷ്വൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ് പ്രെഡിക്ട് ദ cause and effect relationship between two or more dependent and independent variable. അതായത് independent variable is manipulated by the researcher. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാകുന്നത് എന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ത്, കാഷ്വൽ ഹൈപ്പോത്തസിസ്. അസോസിയേറ്റിൽ ദർ ഈസ് നോ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. കാഷ്വൽ ഹൈപ്പോത്തസിസിൽ ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾ വിൽ ബി മാനിപ്പുലേറ്റഡ് ബൈ ദി researcher. Next വരുന്നതാണ് directional and non-directional hypothesis. Directional hypothesis specifies not only the existence but also the expected direction of the relationship between variable. അതായത് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ അസോസിയേറ്റീവിലൊക്കെ പറയുന്നത് എന്താണ് ആ റിലേഷൻഷിപ്പ് എന്നാണ്. ഈ ഡയറക്ഷനിലും നോൺ ഡയറക്ഷനിലും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഓർ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഓർ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്. അതായത് ആ റിലേഷൻഷിപ്പിന്റെ നേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, ഡയറക്ഷൻ അല്ലെങ്കിൽ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അല്ലെങ്കിൽ ലെസ് ഓർ മോർ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, ഗ്രേറ്റർ, ഹയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is a positive relationship between years of nursing experience and job satisfaction among nurses. അതായത് ആ റിലേഷൻഷിപ്പിന്റെ നേച്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്ന, രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ നേച്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. അടുത്താണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് സ്പെസിഫൈയിങ് അല്ലെങ്കിൽ വി ആർ നോട്ട് ആന്റിസിപ്പേറ്റിംഗ് ദ ഡയറക്ഷൻ ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻ. ഇവിടെ എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾ. ആ വാരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ അത് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ നേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്ട് ചെയ്യുന്നില്ല. അങ്ങനെ നേച്ചർ റിഫ്ലക്ട് ചെയ്യാതെ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എക്സിസ്റ്റൻസ് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ there is a relationship between years of nursing experience and job satisfaction among nurses. നെക്സ്റ്റ് ആണ് എന്ത്, നൾ ആൻഡ് റിസർച്ച് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്കംസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും സ്റ്റേറ്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് സ്റ്റേറ്റ് ചെയ്യുക. ദ എക്സിസ്റ്റൻസ് ഓഫ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വാരിയബിൾ എന്നാണ് സെറ്റ് ചെയ്യുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് ആണ് എന്ത്, നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതാണ് എന്ത്, എക്സാമ്പിൾ ആണെങ്കിൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് കൊറോണറി ആർട്ടിയറി ഡിസീസസ്. അപ്പൊ എന്താണ് അവിടെ ഒരു ദ എക്സിസ്റ്റൻസ് ഓഫ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വാരിയബിൾ സ്റ്റേറ്റ് ചെയ്യണതാണ് എന്ത്, നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. റിസർച്ച് ഹൈപ്പോത്തിസിസ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് H0 എന്നാണ്. റിസർച്ച് ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് സ്റ്റേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ. അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എന്താണ്, ദർ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ലങ് ക്യാൻസർ. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഒരു റിസർച്ചിൽ നമ്മൾ ഇത് രണ്ടും സെറ്റ് ചെയ്യും. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് ആൻഡ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ്, റിസർച്ച് ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ്. അങ്ങനെ ആ റിജക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് എന്ത്, നൾ ഹൈപ്പോത്തിസിസും റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. റിസർച്ച് ഹൈപ്പോത്തിസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് H1 വെച്ചിട്ടും നൾ ഹൈപ്പോത്തിസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് H0 വെച്ചിട്ടും ആണ്. അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നത്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ദാൻ ടു വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നത്. അസോസിയേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ സെറ്റിംഗിൽ രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് വിത്തൗട്ട് മാനിപ്പുലേറ്റിംഗ് ദ വാരിയബിൾ. ഇതെന്താണ്, വാരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, ഇൻഡിപെൻഡന്റ് വാരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യണതാണ് എന്ത്, കാഷ്വൽ ഹൈപ്പോത്തിസിസ്. അടുത്താണ് എന്ത്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ത്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, without specifying the nature of relationship, only existence of relationship between variables indicate ചെയ്യുന്നതാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് നൾ ഹൈപ്പോത്തിസിസ്. അത് H0 ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റിഫ്ലക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ. ഒരു റിസർച്ച് സ്റ്റഡിയിൽ നൾ ഹൈപ്പോത്തിസിസും റിസർച്ച് ഹൈപ്പോത്തിസിസും നമ്മൾ സെറ്റ് ചെയ്യും. ഡാറ്റയ്ക്ക് അനുസരിച്ച് ഏതാണോ ശരി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, തെറ്റായി നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. താങ്ക് യു.